ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ നിന്റെ തന്തപ്പടിയെ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി ആരുണ്ടോ? ആരുമില്ല. നിന്നെയൊക്കെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവേണ്ടതാ. അതിനുള്ള എന്റെ അവസര നീ നിഷേധിക്കുന്നത്. സച്ചിൻ എന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നേ? ഞാൻ പോകുന്നത് വേറെ എവിടെയല്ലോ, എന്റെ വീട്ടിലേക്കല്ലേ. അവിടെ എല്ലാവരും ഉണ്ട്. എനിക്കും എന്റെ കുഞ്ഞിനും അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതൊന്നും ശരിയാവില്ല. എടോ, താൻ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ കൂടെ ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. എന്റെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച ഈ കുടുംബം മുടിയുന്നാണല്ലോ ഇവിടെ എല്ലാവരുടെയും പേടി. ഇവിടെ ജനിക്കുന്നതിന് പകരം എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ ജനിക്കട്ടെ. കുടുംബം മുടിയോ ഇല്ലയോ എന്നറിയാലോ. ഞാനും എന്റെ കുഞ്ഞും കാരണം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ്. കുറെ നേരമായി നിനക്ക് ഇതല്ലാതെ വേറെ ഒരു പല്ലവിയില്ല. നിന്റെ ഈ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്കൊരു പങ്കുമില്ലേ. ആരാ പറഞ്ഞ പങ്കില്ലെന്ന്? ഇത് സച്ചിന്റെ കുഞ്ഞല്ലേ. പക്ഷെ ഇപ്പൊ ഈ വീട്ടിൽ ഈ കുഞ്ഞിന്റെ ഭാവി ഒരു തുലാസിലാ. ഭാഗ്യദോഷിയായ കുഞ്ഞെന്ന പേര് നമ്മുടെ കുഞ്ഞിന് ചാർത്തി കൊടുക്കാൻ ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട്. അത് അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഈ വീട്ടിലുള്ളവരെ ആരെയും എനിക്ക് ശത്രുക്കളാക്കാനും പറ്റില്ല. പകരം നമ്മുടെ കുഞ്ഞിനൊരു ദോഷമില്ല എന്ന് എനിക്ക് തെളിയിക്കണം. കുഞ്ഞ് ജനിക്കുന്നവരെ നമ്മൾ രണ്ടുപേരും മാറി മാറി താമസിക്കണമെന്ന് പറഞ്ഞത് ആ ജോത്സ്യനാ. അത് തെറ്റായാലും ശരിയായാലും അത് അംഗീകരിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഇന്നത്തെ ഈ രാത്രി ഈ വീട്ടിലെ എന്റെ അവസാനത്തെ ദിവസം. അർച്ചന, നാളെ രാവിലെ ഞാൻ പോകും. സച്ചിൻ എന്നെ തടയാൻ ശ്രമിക്കരുത്. എന്റെ അനുവാദത്തോടെ നീ പടി ഇറങ്ങില്ല. സച്ചിന്റെ അനുവാദത്തോടുകൂടി മാത്രമേ ഇവിടുന്ന് പോകാവൂന്ന് എന്റെ ആഗ്രഹം. പക്ഷെ സച്ചിൻ അനുവദിച്ചില്ലെങ്കിലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പോ എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകുന്നാണോ? സച്ചിന്റെ വാക്കുകൾ ഒരിക്കലും ധിക്കരിക്കാൻ ഇടയാവരുത് എന്നുള്ളതാ എന്റെ ആഗ്രഹം. ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ച് വേണമെങ്കിൽ നിനക്ക് പോവാം. പക്ഷേ പിന്നെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു പെരുമ്പറയും വിളംബരവും കൂടി വേണമായിരുന്നു എന്റെ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കേണ്ട ഒരു സന്തോഷമാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. തനിക്കിതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. ചത്ത ശവം പോലെ ഇവിടെ കിടക്കാന്നല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്ന വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഡോ, തന്റെ അനിയത്തിയുണ്ടല്ലോ, ഈ വീടിന്റെ നിലവിളക്കെന്ന് എല്ലാരും വാഴ്ത്തിപ്പാടിയവള് അർച്ചന. ഇന്നവളുടെ അന്ത്യത്താഴമായിരുന്നു. നാളെ രാവിലെ അവൾ ഈ നെല്ലിശ്ശേരി വീട് വിട്ട് എന്നേക്കുമായി പോകും. അവളങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനത് അങ്ങനെയാക്കി അങ്ങ് മാറ്റും. ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെ എന്തുണ്ടോ? അവളും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് അടുത്തൂന്ന് പറയാം. സത്യം പറഞ്ഞ ഇതെന്റെ ഏറ്റവും വലിയ വിജയ. അല്ല, ഞാനിതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും തന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ മനസ്സിനൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. എടോ, തനിക്കറിയോ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യലക്ഷ്മിയായിട്ടും രക്ഷകയായിട്ടും
എല്ലാരും അരിയിട്ട് വാഴിച്ചിരുന്നവളാ ഈ അർച്ചന. നാളെ അവള് വെറുക്കപ്പെട്ടവളായി ഈ വീടിന്റെ പടിയിറങ്ങും. നിന്നെ നിന്റെ തന്തപ്പടിയെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി ആരുണ്ടോ? ആരുമില്ല. നിന്നെയൊക്കെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം. എങ്ങനെയെങ്കിലും ഇത് തടയണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനത്തിൽ നിന്നും അച്ഛച്ചേച്ചിനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചേ പറ്റൂ. എടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അടുക്കളയിൽ നിന്ന് ഞങ്ങളെ 3 പേരെ ഇറക്കി വിട്ടിട്ട് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കരയുമ്പോഴും അച്ഛച്ചേച്ചിയുടെ മനസ്സിലെ ഉദ്ദേശം ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ ഡൈനിങ് ടേബിളിൽ വെച്ച ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഷോക്കായിപ്പോയി. എല്ലാവരുടെയും അവസ്ഥ അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. ഒരു തീരുമാനം എടുത്താ പിന്നെ അതിൽ നിന്ന് അർച്ചനെടുത്ത് പിന്തിരിപ്പിക്കുക എന്നത് അസാധ്യമാണ്. എടുത്ത തീരുമാനം നടപ്പാക്കി അടങ്ങുന്ന പിടിവാശിയുള്ള ആളാ തന്റെ ചേച്ചി. അതുകൊണ്ട് തന്നെ ഏട്ടത്തിന്റെ ജീവിതത്തിൽ ഗുണത്തിന് പകരം ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ അച്ഛച്ചേച്ചി കേക്കില്ല. 100 ന്യായങ്ങൾ പറഞ്ഞ് എന്റെ നാവ് അടക്കിക്കളയും. ആതിര പറഞ്ഞ ശരിയാ. അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാത്ത അവസ്ഥയല്ല ഞാൻ. അവളെടുത്ത ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എനിക്കും പറ്റുന്നില്ല. ഭർത്താവെന്ന നിലയിൽ പോകരുതെന്ന് പറയാം, നിർബന്ധിക്കാം, വഴക്കിടാം. പക്ഷെ അപ്പോഴും ന്യായം അവളുടെ പക്ഷത്താ. കുറ്റബോധത്തോടെ അല്ലാതെ അവളോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. സച്ചിയുടെ നിർബന്ധിച്ച ഏട്ടത്തെ അനുസരിക്കില്ലേ? ഇല്ല, ഒരു ഉറച്ച മനസ്സിന്റെ തീരുമാനം അത്. സച്ചേട്ടാ, പിന്നെ എന്തോ ഒരു വഴി? ഒരു വഴിയുണ്ട്, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്.